ഇന്ന് നമുക്ക് ജപ്പാനിലെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. നമ്മൾ ലിസ്റ്റ് ഒന്നാമതായിട്ട് വരുന്ന നാക്കി സുമോ എന്ന് പറയുന്ന ഗെയിമാണ്. ഒരു വിചിത്രമായ ഗെയിമുമാണ്, ഒരു ആചാരം കൂടിയാണ് ജപ്പാൻകാർക്ക് ഇത്. എന്തിനും തയ്യാറായ നല്ല ഉരുണ്ട് തടിച്ച രണ്ട് മല്ലന്മാരെ അവർ റെഡിയാക്കി ഇരുത്തിയിട്ടുണ്ടാവും രണ്ട് വശത്ത്. അവർ രണ്ട് കൈയിലും ഓരോ കുട്ടികളെ ഏൽപ്പിച്ചിട്ട് അവരെ കരയിപ്പിക്കുക എന്നതാണ് ആ ഗെയിമിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം. ഇത്തരത്തിലുള്ള ഒരു ഫെസ്റ്റിവൽ തന്നെ ജപ്പാനിൽ നടന്നു വരുന്നു. എല്ലാ വർഷം മെയ് 6-നാണ് നടക്കുന്നത്. നാക്കി സുമോ എന്ന് പറയുന്ന ഗെയിമിൽ ആര് കയ്യിലിരിക്കുന്ന കുട്ടിയാണോ ആദ്യം കരയുന്ന ആ കുട്ടിയായിരിക്കും വിന്നർ ആ ഗെയിമിൽ. ഈ ഗെയിം നടത്തിക്കൊണ്ടുവരുന്ന അവരുടെ വിശ്വാസം അനുസരിച്ചാണ് ഏറ്റവും കൂടുതൽ അലമുറ ഇട്ട് കരയുന്ന കുട്ടികൾക്ക് ഈവിൽ സ്പിരിറ്റ് ദുഷ്ടശക്തികൾ ഒന്നും പിടികൂടില്ല എന്നാണ് അവരുടെ വിശ്വാസം. ആ കുട്ടികൾ വളർന്ന് വലുതാവുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കുട്ടിയായി മാറും എന്നതാണ് ജപ്പാനിലെ വിശ്വാസം. നമ്മൾ ലിസ്റ്റിൽ രണ്ടാമതായി വരുന്ന ഇതുപോലെ തന്നെ കുട്ടികളെ പണിയെടുപ്പിക്കുന്ന കാര്യം തന്നെ. നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ ക്ലീനിങ്ങിനൊക്കെ സ്റ്റാഫുകളൊക്കെ ഉണ്ടാവും. എന്നാൽ ജപ്പാനിൽ അങ്ങനെയല്ല, കുട്ടികൾ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. നമ്മളെ സ്കൂളിലൊക്കെ നമ്മളെ ചെറിയ ലെവലിൽ ക്ലീനിങ് ഒക്കെ ചെയ്യിപ്പിക്കാറുണ്ടാവാം. എന്നാൽ ജപ്പാൻ ഇത് കുറച്ച് കൂടുതലാണ്. ഈവൻ ടോയ്ലറ്റ് വരെ അവരെയും കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിക്കുന്നു. കുട്ടികൾ ക്ലീനിങ് പ്രോപ്പർ ആയിട്ടാണോ ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടി ടീച്ചേഴ്സ് കൂടെ നിന്ന് അവരെ നോക്കും. ഇതൊക്കെ എന്തിനാ ചെയ്യിപ്പിക്കുന്നതെന്ന് നോക്കിയാൽ അവരെ വീടും നാടും പരിസരവും വൃത്തിയായി ഭംഗിയായി കൊണ്ടേ നടക്കാൻ വേണ്ടി ആണ്. ഇന്നത്തെ കുട്ടികളാണല്ലോ നാളെ വളർന്നു വരുന്ന പൗരന്മാർ. ഇത് ഗവൺമെൻറ് റൂളൊന്നുമല്ല, അവിടുത്തെ സ്കൂളും മാനേജ്മെൻറ്റും നടത്തിക്കൊണ്ട് വരുന്ന ഒരു റൂളാണ്. മൂന്നാമതായിട്ട് വരുന്ന ജപ്പാനിലെ കിളികൾ പറത്തുന്ന ഗെയിമുകളാണ്. ജപ്പാനിലെ ഗെയിം സീരീസിനെ കുറിച്ച് എനിമികളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. യുണീക്കും ഒരുപാട് നമ്മളെ എൻഗേജ്ഡും ആക്കുന്ന ഗെയിമുകൾ. 1997 പോക്കിമോൻ എന്ന് പറയുന്ന ഒരു ഗെയിം സീരീസ് ഇറങ്ങി. 600-ലധികം കുട്ടികളാണ് അത് കണ്ടത് അസ്വസ്ഥതയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. ആദ്യമായിട്ടൊക്കെ ആയിരിക്കാം ഒരു ഗെയിം കണ്ടിട്ട് ഇത്രയ്ക്ക് അധികം കുട്ടികൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നത്. ഇത് എങ്ങനെ സംഭവിച്ചെന്ന് നോക്കുമ്പോൾ പോക്കിമോൻ എന്ന് പറയുന്ന ഗെയിം ആനിമേഷൻ സീരീസ് ഒരു ബോംബ് ബാസ്റ്റേഴ്സ് നടക്കുമ്പോൾ അതിൽ നിന്ന് യെല്ലോ ആൻഡ് ബ്ലൂ കളറിലെ ലൈറ്റുകൾ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. അത് കണ്ണിൽ പതിച്ചതുകൊണ്ടാണ് കുട്ടികൾക്ക് അസ്വസ്ഥത ഉണ്ടായെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ആ സീരീസ് ബാൻ ചെയ്തു. നമ്മളെ ലിസ്റ്റിൽ നാലാമതായി നോക്കാൻ പോകുന്ന കുടിക്കുന്ന ഒരു ഡ്രിങ്കിനെ പറ്റി ആണ്. നമ്മൾ ഒരിക്കലെങ്കിലും കുടിച്ചതും കേട്ടിട്ടായിട്ടുള്ള ഒരു ഡ്രിങ്ക് ഫാൻറ്റ. നമ്മുടെയൊക്കെ നാട്ടിൽ ഫാൻറ്റയുടെ ഫ്ലേവർ വിരലിൽ എണ്ണാവുന്ന അത്രയും ഉണ്ടാവുക. എന്നാൽ ജപ്പാനിൽ നേരെ തിരിച്ചാണ്. 100 കണക്കിന് ഫ്ലേവറാണ് ഫാൻറ്റയുടെ ജപ്പാനിൽ ഉള്ളത്. ഒരു ഫ്രൂട്ട്സ് കടയിൽ ചെന്നാൽ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അത്തരത്തിലുള്ള ഫാൻറ്റയുടെ ഫ്ലേവേഴ്സ് അവിടെ ഉണ്ട്. അതൊക്കെ യങ്ങേഴ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് പുറത്തിറക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് നമ്മളെ നാട്ടിൽ കിട്ടാവുന്ന ഫ്ലേവറുള്ള കിക്കാറ്റുകൾ നൂഡിൽസുകളൊക്കെ അവിടെയുണ്ട്. നമ്മളെ ലിസ്റ്റ് അഞ്ചാമതായിട്ട് വരുന്നത് തെക്കുനോഷിമയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അതൊരു ചെറിയൊരു ദ്വീപാണ്. അവിടെ ചെല്ലുമ്പോൾ ഒരുപാടധികം മുയൽക്കുട്ടികളുണ്ടാവും, പല നിറത്തിലും പല വലിപ്പത്തിലും ഉള്ളത്. ഇവിടെ നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നത് പൂർണ്ണമായിട്ടും കടലുമായിട്ട് ചുറ്റപ്പെട്ട് നടക്കുന്ന ഇവിടെ ഇത്രമധികം മുയൽക്കുട്ടികൾ എങ്ങനെ വന്നു എന്നാണ്. ഇക്കാര്യത്തിൽ അവിടെയുള്ളവർ പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. വേൾഡ് വാർ 2 രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻകാർ പോയിസൺ ഗ്യാസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി മുയൽക്കുട്ടികളെയാണ് പരീക്ഷണത്തിന് വിധേയമാക്കിയത്. പരീക്ഷണം കഴിഞ്ഞതിന് ശേഷം അവിടെ ഉപേക്ഷിച്ച് പോയി. രണ്ടാമതായി പറയുന്ന കുറച്ച് സ്കൂൾ കുട്ടികൾ മുയലിൻ്റെ മേലുള്ള പരീക്ഷണത്തിന് വേണ്ടി ദ്വീപിൽ കൊണ്ടുവന്നു. പരീക്ഷണം കഴിഞ്ഞതിന് ശേഷം മുയലിനെ അവിടെ വിട്ടുപോയി. അത് പെറ്റുപെരുകയാണ് 100 കണക്കിനുള്ള മുയൽക്കുട്ടികളായി മാറിയത്. അഞ്ചാമതായിട്ട് വരുന്ന ക്ഷമാപണവുമായിട്ട് സംബന്ധിച്ചുള്ള കാര്യമാണ്. നമ്മളൊക്കെ ഒന്ന് സോറി എന്ന് പറയും, അല്ലെങ്കിൽ ക്ഷമിക്കണം എന്ന് പറയും. ജപ്പാനിൽ ക്ഷമാപണം 20ഓളം ഉണ്ട്. നമ്മളെ ലിസ്റ്റിൽ ഏഴാമതായിട്ട് വരുന്ന ടാറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. എങ്ങാനും നമ്മളൊരു ടാറ്റു അടിച്ച് ജപ്പാനിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയുള്ളവർ നമ്മളെ നോക്കിക്കാണാൻ ഒരു അന്യഗ്രഹ ജീവി വന്ന പോലെ ആയിരിക്കും. അവിടെ ടാറ്റു അടിച്ചവർക്ക് പബ്ലിക് സ്വിമ്മിംഗ് പൂളിലും പബ്ലിക് ബാത്തിങ് ഏരിയയിലും പ്രവേശനമില്ല. അതൊക്കെ എന്തുകൊണ്ടാണ് നോക്കിയാൽ പണ്ട് കാലത്ത് കുറ്റവാളികളെയും തടവുകാരെയാണ് ജപ്പാൻകാർ പച്ച കുത്താറ്. അതുകൊണ്ടാണ് അവരെ മനസ്സിൽ അങ്ങനത്തെ ഒരു തോട്ടുള്ളതുകൊണ്ടാണ് അവർ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. നമ്മളെ ലിസ്റ്റ് എട്ടാമതായിട്ട് വരുന്ന ഹൈവേയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. നമ്മളിവിടെ പുതിയൊരു ഹൈവേ വരുന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർ നിരാഹാരമായിട്ട് ബാനറും ഒക്കെ ആയിട്ട് സമരമൊക്കെ ആയിട്ട് കുറേ ആൾക്കാരുണ്ടാവും. എന്നാൽ ജപ്പാനിൽ വ്യത്യസ്തമായിട്ട് വരുന്ന ഒരു കാര്യമുണ്ട്. ജപ്പാനിലെ വ്യത്യസ്തമായി നിൽക്കുന്ന ഒക്കാസ എന്ന് പറയുന്ന സ്ഥലത്തെ ഗ്രേറ്റ് ടവർ ബിൽഡിംഗ് ആണ്. ഈ ഗ്രേറ്റ് ടവർ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ 6-7 നിലയിലായിട്ട് ഒരു ടണൽ പോലെ ഒരു ഹൈവേ പാസ് ചെയ്ത് പോകുന്നുണ്ട്.
നമ്മൾ ഇങ്ങനെ ഒരു കാര്യം കണ്ടിട്ടുണ്ടാവില്ല, കേട്ടിട്ടുണ്ടാവില്ല. ജപ്പാൻ ഗവൺമെൻറ് ആ ബിൽഡിങ്ങിൻ്റെ 6-7 നില റെൻറ്റിനെടുത്ത് മാസം ഒരു നിശ്ചിത തുക കൊടുത്തിട്ടാണ് അങ്ങനെ ഒരു ഹൈവേ അതിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നത്.